ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഈ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് രാവിലെ കുളിച്ച പാടാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ടുള്ളൊരു പാടാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്യണം തന്നെയാണ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ, ഇന്നൊരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഞാൻ എന്താ പറയുക, ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് എൻ്റെ മുഖത്തുണ്ടെന്ന് പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറി. തീരെ ടാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ചൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഫേസ്. ഇവിടെയാണെങ്കിൽ നല്ല ഉറക്കാണ്, ഇട്ടിട്ടേ ഇല്ല, അവിടെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ഉറക്കിയൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കുളിച്ചിട്ട് ഇപ്പം എൻ്റെ കുളി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളൂ. ഇത്രയധികം മുടിയൊന്നും എനിക്കില്ലെങ്കിൽ കൂടി, പക്ഷേ ഇങ്ങനെ തോർത്തിട്ട് എനിക്കിങ്ങനെ ചുറ്റി കെട്ടി വെച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് വേഗം തന്നെ പോകാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു ഓയിലി രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖക്കൊരു ചെറുതായിട്ടൊരു ഓയിലി പോലെ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് ഫേസ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയും. ചില വീടുകളിൽ എല്ലാവരും ചില വീടുകളിൽ കേട്ടോ, ചില വീടുകളിൽ രാവിലെ തന്നെ എണീറ്റിട്ട് കിച്ചണിൽ കയറുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്ന സമയത്ത് എന്തായാലും ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഏതാണ് ഫേസ് വാഷ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഞാനിപ്പോൾ ഇതിൽ ഓയിൽ കൺട്രോളിൻ്റെ ഒരു ഫേസ് വാഷാണ് എൻ്റെ കയ്യിലുള്ളത്. കുറച്ച് ഓയിലി സ്കിന്ന് പോലെ ആണ് എൻ്റെ. അപ്പോൾ ഞാൻ ഓയിൽ കൺട്രോൾ ആയിട്ടൊരു ഫേസ് വാഷാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കമ്പനിയുടെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കറേനാന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ഫേസ് വാഷാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ്, ഇപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. കുളി കഴിഞ്ഞ ടൈമിൽ തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഫേസ് നന്നായിട്ട് ഒരു നല്ല ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് കാണിച്ചു തരാം കേട്ടോ. ഇതിലിപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു ഐസ് ക്യൂബാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിപ്പോൾ ഞാൻ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഉപയോഗിക്കാറുണ്ട്. ബീട്രൂട്ട് ഇല്ലെങ്കിൽ ക്യാരറ്റിൻ്റെയാണ് എടുക്കാറ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഈ ഒരു ഐസ് ക്യൂബായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക നമുക്കൊരു ഉന്മേഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട്, ഇങ്ങനത്തെ ഒന്നും വേണമെന്നില്ല, ഒരു ഐസ് ക്യൂബ് വെച്ച് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ കുക്കുംബർ, ഇതിൻ്റെ ഏതെങ്കിലും ജ്യൂസ് എടുത്തിട്ട് ഇതുപോലെ ഐസ് ക്യൂബ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് ശേഷം നമുക്ക് കഴിയുന്നതനുസരിച്ച് ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യും. ഒന്നെങ്കിൽ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ കുക്കുംബർ, ഈ 3 ഐറ്റംസാണ് ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് നമ്മളൊന്ന് ഐസ് ക്യൂബ് ആക്കിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ് ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് ചിലവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യരുതെന്നാണ് പറയാറ്. നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു തുണി ഉപയോഗിച്ചിട്ട്, അതൊരു കോട്ടൻ്റെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 1-2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ സ്കിൻ അതിനോടുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പതിയെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. തുണിയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വലിയ പ്രശ്നമായിട്ട് വരില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും നിങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ പറഞ്ഞൊരു ഐസ് ക്യൂബ് 4 ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകാത്ത രീതിയിലുള്ള എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു എടുത്തതിൽ കുറച്ചിങ്ങനെ നന്നായിട്ട് അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫേസിലേക്ക് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ് ഇട്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ മസാജിങ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് ചെയ്ത കാരണം നമുക്ക് ഇത് അത്രയധികം ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഇനി നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഫേസിലേക്ക് പിമ്പിൾസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തേർഡ് സ്റ്റെപ്പ് വന്നേ വല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ.
നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ യാതൊരു കാരണവശാലും നമ്മുടെ മുടി തോർത്തും കൊണ്ടായിട്ടോ ടവലിട്ടോ നമ്മുടെ ഫേസ് ഒരിക്കലും തുടയ്ക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പിമ്പിൾസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ടിഷ്യൂ നമുക്ക് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഫേസ് വാഷും അങ്ങനത്തെ ഒക്കെ നമുക്ക് ഫേസിന് ഡിപ്പെൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് റിമൂവ് ആക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഫേസിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടവൽ മാറ്റി വയ്ക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഫേസിലുണ്ടെന്ന പിമ്പിൾസ് ഒക്കെ റിമൂവ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ടിഷ്യൂ ഉപയോഗിച്ചാണ് എൻ്റെ ഫേസിലത്തെ ഈ ഒരു വെള്ളമൊക്കെ തുടച്ച് കളയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ ഓൾറെഡി നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത കാരണം സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആവേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഈ ഫേസൊന്നും പിന്നെ വാഷ് ചെയ്യാറില്ല കേട്ടോ. ഇനി അപ്പം എൻ്റെ ഫേസൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളമൊന്നും ഇല്ല. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ മുഖത്ത് ഏതാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. സിറാണോ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സിറാണ്. ഞാൻ നേരത്തെ കാണിച്ചുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. എൻ്റെ ഫേസൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു സിറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സിറത്തിൻ്റെ റിവ്യൂ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുന്നതും ഇതിൻ്റെ സിറം തന്നെയാണ് യൂസ് ചെയ്യുന്നതും. മോയ്സ്ചറൈസർ ഉണ്ട്, അത് ബ്രൈറ്റനിങ്ങിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പോൾ ഞാനിതൊരു ഷോപ്പിൽ പോയപ്പോൾ ഇത് കോംബോ ആയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 1 വീക്കോളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സൺസ്ക്രീം യൂസ് ചെയ്യാം. പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് സൺസ്ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും പോകില്ല, അപ്പോൾ സൺസ്ക്രീം ഞാൻ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നത് ആൻറ്റി ആക്നിയുടെ ഈ ഒരു സിറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇതുപോലെ ഒന്ന് അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളിത് ഫോളോ ചെയ്ത ആൾക്കാർക്ക് എന്താണ് നല്ല റിസൾട്ട് ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന ബ്രാൻഡ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇതിനനുസരിച്ച് പോലെ ചെയ്ത് നോക്കുക. അതിനുശേഷം റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതിനെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.